നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മുടെ കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിന്റെ 8 റൗണ്ടുകൾ പൂർത്തിയായിരിക്കുകയാണ്. 8ാം റൗണ്ടിൽ വിദ്യുത് ഗുജറാത്തിയും ഗുഗേഷും തമ്മിൽ നടന്ന വളരെ മികച്ചൊരു ഗെയിമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിമിൽ വിദ്യുത് വൈറ്റ് സൈഡും ഗുഗേഷ് ബ്ലാക്ക് സൈഡാണ് കളിക്കുന്നത്. വൈറ്റ് E4 മൂവ് ചെയ്തുകൊണ്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് E5 മൂവ് ചെയ്യുന്നു. നൈറ്റ് F3, നൈറ്റ് C6, ബിഷപ്പ് C4. ഇറ്റാലിയൻ ഗെയിമാണ്. ഗുഗേഷ് നൈറ്റിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് 2 നൈറ്റ്സ് ഡിഫൻസ് സെലക്ട് ചെയ്യുന്നു. വിദ്യുത് D3 മൂവ് ചെയ്യുന്നു. അടുത്തായി ബ്ലാക്ക് A6 മൂവ് ചെയ്യുന്നു. വൈറ്റ് കിങ്സിലേക്ക് കാസ്ലിംഗ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കും ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്ത ശേഷം കിങ്സിലേക്ക് കാസ്ലിംഗ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് മെയിൻ മൂവ്. എന്നാൽ ഗുഗേഷ് ഇപ്പോൾ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യുന്നില്ല. പകരം H6 മൂവ് ചെയ്തുകൊണ്ട് G5 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് A4 മൂവ് ചെയ്യുന്നു. അതിനുശേഷം ബ്ലാക്ക് ബിഷപ്പിനെ B5ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് ഒരു ബിഷപ്പ് എക്സ്ചേഞ്ച് ഓഫർ ചെയ്യാണ്. ബിഷപ്പിനെ E3ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിന്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം D6 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഇവിടെ വൈറ്റും ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. ഇനി ഡെവലപ്പ് ആവാനുള്ള നൈറ്റിനെ കൂടെ ഡെവലപ്പ് ചെയ്യാണ്. നൈറ്റിനെ D2ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. അതിനുശേഷം ബ്ലാക്ക് കിങ്സിലേക്ക് കാസ്ലിംഗ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് ഇപ്പോഴും ബിഷപ്പ് വെച്ച് ബിഷപ്പിലൊട്ടുന്നില്ല. ആദ്യം C3 മൂവ് ചെയ്യുന്നു. ഇനി അടുത്ത മൂവിൽ B4 മൂവ് ചെയ്തുകൊണ്ട് ആ ബിഷപ്പിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരാനാണ് ലക്ഷ്യം. റൂക്കിനെ സെന്ററിലേക്ക് കൊണ്ടുവരാണ്. റൂക്കിനെ E8ലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ വൈറ്റ് പ്ലാൻ ചെയ്തതുപോലെ തന്നെ B4 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിന്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ഗുഗേഷ് ബിഷപ്പിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നില്ല. ആ എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോവുകയാണ്. ബിഷപ്പ് വെച്ച് ബിഷപ്പിനൊട്ടുന്നു. വൈറ്റ് പോൺ വെച്ച് തിരിച്ചൊട്ടുന്നു. അടുത്തതായി ബ്ലാക്ക് ഒരു ബിഷപ്പ് എക്സ്ചേഞ്ച് ഓഫർ ചെയ്യാണ്. ബിഷപ്പിനെ E6ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിന്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ വൈറ്റും ഈ എക്സ്ചേഞ്ച് ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം B5 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിന്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്കിന് ഇപ്പോൾ വേണമെങ്കിൽ ഈ പോണുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാം. ഗുഗേഷ് അങ്ങനെ എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. ഈ അറ്റാക്കിലുള്ള നൈറ്റിനെ ഇവിടെ നിന്ന് മാറ്റാണ്. നൈറ്റിനെ B8ലേക്ക് മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് ബിഷപ്പുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാണ്. ബിഷപ്പ് വെച്ച് ബിഷപ്പിനൊട്ടുന്നു. ബ്ലാക്ക് റൂക്ക് വെച്ച് തിരിച്ചൊട്ടുന്നു. അടുത്തായി വൈറ്റ് ക്വീനെ C2ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ D7ലേക്ക് കൊണ്ടുവരുന്നു. അടുത്തായി വൈറ്റ് ഈ ക്വീൻ്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് D4 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. എന്നാൽ ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം ക്വീനെ E8ലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ എപ്പോഴും വേണമെങ്കിൽ വൈറ്റിന് പോൺ ഉപയോഗിച്ച് ബ്ലാക്കിൻ്റെ റൂക്കിനെ അറ്റാക്ക് ചെയ്യാം. എന്നാൽ വൈറ്റ് അത് ചെയ്യുന്നില്ല. പകരം A1ലെ റൂക്കിനെ കൂടെ സെൻറ്ററിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. റൂക്കിനെ E1ലേക്ക് കൊണ്ടുവരുന്നു. A5ലുണ്ടായിരുന്ന റൂക്ക് ഇങ്ങോട്ടേക്ക് മാറിയതോടെ ബ്ലാക്ക് ഇവിടെ ഒരു പോൺ എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. പോൺ ഉപയോഗിച്ച് പോണിനോട്ടൊന്നു. വൈറ്റ് പോൺ ഉപയോഗിച്ച് തിരിച്ചോട്ടുന്നു. ഇതോടെ A5 ബ്ലാക്കിൻ്റെ കൺട്രോളിലായിട്ടുണ്ട്. ഇപ്പോൾ വൈറ്റിൻ്റെ E5ലെ പോണിന് യാതൊരു സപ്പോർട്ടും ഇല്ല. അതുകൊണ്ട് ഗുഗേഷ് റൂക്കിനെ A5ലേക്ക് കൊണ്ടുവന്ന് ആ പോണിനെതിരെ ഒരു അറ്റാക്ക് കൊണ്ടുവരുന്നു. വൈറ്റ് C4 മുതലുകൊണ്ട് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഇവിടെ ഗുഗേഷ് ഈ A5ലേക്കുള്ള കൺട്രോൾ സ്ട്രോങ് ആക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ക്വീനെ A8ലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ വൈറ്റ് ഒരു അറ്റാക്ക് വരുന്നതിന് മുമ്പായിട്ട് കിങ്ങിനെ ഈ 1ാം നിരയിൽ നിന്നും മാറ്റാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് H3 മൂവ് ചെയ്തുകൊണ്ട് G4 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നതോടൊപ്പം കിങ്ങിന് മൂവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാക്കുന്നു. ബ്ലാക്ക് റൂക്കിനെ E8ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് കിങ്ങിനെ H2ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ എപ്പോഴാണെങ്കിൽ ബ്ലാക്കിന് റൂക്ക് വെച്ച് വൈറ്റിൻ്റെ ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കാം. എന്നാൽ ഗുഗേഷ് ഇപ്പോൾ അറ്റാക്ക് ആരംഭിക്കുന്നില്ല. ആദ്യം ഈ ക്വീൻ്റെ ഡയഗണൽ കൂടെ ഓപ്പൺ ചെയ്യാണ്. അതിനായിട്ട് B6 മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് റൂക്കിനെ F2ലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം ബ്ലാക്ക് റൂക്കിനെ E8ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ക്വീനെ അറ്റാക്കിൽ നിന്ന് മാറ്റാണ്. ക്വീനെ D3ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് റൂക്കിനെ A3ലേക്ക് കൊണ്ടുവന്ന് ആ ക്വീനെതിരെ വീണ്ടും അറ്റാക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റിന് E4ലെ പോണിനുള്ള സപ്പോർട്ട് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ക്വീനെ വേറെ കൊണ്ടെങ്കിലും കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ ആ പോൺ നഷ്ടപ്പെടും. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ ക്വീനെ ഈ ഡയഗണലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നില്ല. B1ലേക്ക് കൊണ്ടുവരുന്നു. ഈ സമയത്ത് ബ്ലാക്ക് അടുത്ത റൂക്കിനെ കൂടെ A5ലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം ക്വീനെ A4ലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ വിദ്യുത് ഒരു കൗണ്ടർ അറ്റാക്കിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് നൈറ്റിനെ H4ലേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ ബ്ലാക്ക് ഇവിടെ പ്ലാൻ ചെയ്തതുപോലെ തന്നെ മുന്നോട്ട് പോയാണ്. റൂക്കിനെ A8ലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ വൈറ്റും പ്ലാൻ ചെയ്ത അറ്റാക്ക് വരെ തന്നെ മുന്നോട്ട് പോയാണ്. നൈറ്റിനെ F5ലേക്ക് കൊണ്ടുവരുന്നു. ഇനി അടുത്ത മൂവിൽ ഇവിടെ ഒരു ചെക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഗുഗേഷ് ആദ്യം തന്നെ കിങ്ങിനെ F8ലേക്ക് കൊണ്ടുവന്ന് E7 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ നൈറ്റ് വെച്ച് ഒരു ചെക്കിനുള്ള സാധ്യതയില്ല. എന്നാൽ ഇവിടെ ഇപ്പോൾ ബ്ലാക്കിൻ്റെ കിങ് F5ലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് വൈറ്റ് അടുത്ത റൂക്കിന് കൂടെ F5ലേക്ക് കൊണ്ടുവരികയാണ്.
റൂക്കിനെ F1ലേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ വൈറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒരു അറ്റാക്ക് വരുന്നതിന് മുമ്പായിട്ട് ബ്ലാക്ക് ഇവിടെ ഒരു കൂട്ട എക്സ്ചേഞ്ചിന് വേണ്ടി ശ്രമിക്കുകയാണ്. അതിനായിട്ട് റൂക്കിനെ A1ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ ക്വീനെ വെച്ച് റൂക്കിനോട്ടാണെങ്കിൽ ഇവിടെ ഒരു കൂട്ട എക്സ്ചേഞ്ച് നടക്കും. എന്നാൽ വിദ്യുത്തിനിപ്പോൾ അങ്ങനെ ഒരു ക്വീൻ എക്സ്ചേഞ്ച് താല്പര്യമില്ല. അതുകൊണ്ട് ക്വീനെ അറ്റാക്കിൽ നിന്ന് മാറ്റാണ്. ക്വീനെ D3ലേക്ക് മൂവ് ചെയ്യുന്നു. ഇതോടെ F1ലെ റൂക്കിന് 3 പീസുകളുടെ സപ്പോർട്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഗുഗേഷും ഇപ്പോൾ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം ക്വീനെ അവിടെ നിന്ന് മാറ്റാണ്. ക്വീനെ B4ലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ വൈറ്റിൻ്റെ നൈറ്റിനെതിരെ അറ്റാക്ക് വന്നിട്ടുണ്ട്. ഇനി ബ്ലാക്കിന് വൈറ്റിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ അടുത്ത റൂക്കിനെ കൂടെ അറ്റാക്കിലേക്ക് കൊണ്ടുവരാം. അതുകൊണ്ട് വൈറ്റ് ഇവിടെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. റൂക്ക് ഉപയോഗിച്ച് റൂക്കിനെ ഇട്ടുന്നു, ബ്ലാക്ക് റൂക്ക് ഉപയോഗിച്ച് തിരിച്ചു വിട്ടുന്നു. ഇവിടെ വിദ്യുത് വളരെ ശക്തമായിട്ടുള്ള ഒരു അറ്റാക്ക് കിട്ടുന്നതിന് വേണ്ടി ഒരു പോണിനെ സാക്രിഫൈസ് ചെയ്യാണ്. C5 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ 2 പോണുകളെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ ഈ എക്സ്ചേഞ്ച് ഓഫർ അക്സെപ്റ്റ് ചെയ്തില്ല എങ്കിൽ അടുത്ത മൂവിൽ C6 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കാം. അങ്ങനെ ഒരു അറ്റാക്കിന് സാധ്യതകളുണ്ട്. ഗുഗേഷ് അത് അക്സെപ്റ്റ് ചെയ്യാണ്. പോൺ ഉപയോഗിച്ച് പോൺ എടുക്കുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റ് പോൺ ഉപയോഗിച്ച് തിരിച്ചുവിട്ടുകയാണെങ്കിൽ ബ്ലാക്കിന് നൈറ്റ് ഉപയോഗിച്ച് തിരിച്ചുവിട്ടിക്കൊണ്ട് വൈറ്റിൻ്റെ ക്വീനെതിരെയും പോണിനെതിരെയും അറ്റാക്ക് കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ പോൺ ഉപയോഗിച്ച് പോൺ കിട്ടുന്നില്ല. പ്ലാൻ ചെയ്ത ട്രാപ്പ് പോയിന്റ് മുന്നോട്ട് പോവുകയാണ്. അതിനായിട്ട് നൈറ്റിനെ C4ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് B5ലെ പോണിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം. ബ്ലാക്ക് ഈ പോൺ സാക്രിഫൈസ് കൂടെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ വൈറ്റിന് പോൺ ഉപയോഗിച്ച് പോൺ എടുത്തുകൊണ്ട് ബ്ലാക്കിൻ്റെ നൈറ്റിനെതിരെയും പോണിനെതിരെയും അറ്റാക്ക് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിൻ്റെ നൈറ്റ് എങ്ങോട്ടെങ്കിലും മാറുകയാണെങ്കിൽ ഈ റൂക്കിൻ്റെ ഫയൽ ഓപ്പൺ ആക്കി എടുക്കാം. ഉദാഹരണത്തിന് നൈറ്റ് ഇപ്പോൾ ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ പോൺ ഉപയോഗിച്ച് പോൺ എടുക്കുക. ബ്ലാക്ക് പോൺ ഉപയോഗിച്ച് തിരിച്ചു വിടുകയാണെങ്കിൽ നൈറ്റ് ഉപയോഗിച്ച് ആ പോൺ എടുത്തുകൊണ്ട് ഇങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു അറ്റാക്ക് കൊടുക്കാൻ കഴിയും. അല്ലാതെ ബ്ലാക്ക് ഇപ്പോൾ ഈ നൈറ്റിനെ അറ്റാക്കിൽ നിന്നും മാറ്റാതെ പോൺ ഉപയോഗിച്ച് പോൺ എടുക്കുകയാണെങ്കിൽ വൈറ്റിൻ്റെ ക്വീന് ഈ D ഫയൽ പകുതി ഓപ്പണായി കിട്ടും. അതുകൊണ്ട് തന്നെ ഈ നൈറ്റിൻ്റെ സഹായത്തോടെ റൂക്കിനെ B2ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കാം. ബ്ലാക്ക് ക്വീനെ അറ്റാക്കിൽ നിന്നും എങ്ങോട്ടെങ്കിലും മാറ്റുന്നതോടെ B ഫയൽ വൈറ്റിൻ്റെ റൂക്കിന് ഓപ്പണായി കിട്ടും. നൈറ്റിന് E7ലേക്കും കൺട്രോൾ ഉണ്ട്. ഇനി ബ്ലാക്കിൻ്റെ ഈ D7ലെ നൈറ്റിനെ ഇവിടെ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി വേണമെങ്കിൽ ഒരു നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യാം. അതിനുശേഷം ഈ D ഫയൽ കൂടെ ഓപ്പൺ ആക്കിക്കൊണ്ട് വളരെ ശക്തമായിട്ടൊരു അറ്റാക്ക് കൊടുക്കാനും വൈറ്റിന് സ്ട്രോങ് ആയിട്ട് ഗെയിമിലേക്ക് തിരിച്ചു വരാനും അവസരമുണ്ട്. നമുക്കിനി ഗെയിമിലേക്ക് വരാം. ഇങ്ങനെയൊക്കെയുള്ള ഒരു ഉദ്ദേശത്തോടെ ആയിരിക്കും വൈറ്റ് ഇവിടെ ഒരു പോണിനെ കൂടെ സാക്രിഫൈസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ പൊസിഷൻ വളരെ വ്യക്തമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഇത് വൈറ്റിൻ്റെ ഭാഗത്തു നിന്ന് വന്ന വലിയൊരു മിസ്റ്റേക്കാണ്. കാരണം ഈ നൈറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറിയതോടെ ബ്ലാക്കിന് ഈ ഒരു ഡയഗണൽ ഓപ്പണായി കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബ്ലാക്കിനിപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു അറ്റാക്കിന് ചാൻസ് കിട്ടിയിരിക്കുകയാണ്. ഗുഗേഷ് ആ ഒരു സാധ്യത തിരിച്ചറിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം ക്വീനെ E1ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിൻ്റെ റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇപ്പോൾ റൂക്കിനെതിരെ അറ്റാക്കുമാണ്. അതുപോലെ ഈ റൂക്കിൻ്റെ സഹായത്തോടെ ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ചെക്ക് വരാനും സാധ്യതയുണ്ട്. എന്തായാലും വിദ്യുത്ത് ഇവിടെ ഈ റൂക്കിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാണ്. റൂക്കിനെ E1ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ ക്വീനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നു. ഗുഗേഷ് ക്വീനെ G1ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് കിങ്ങിനെ G3ലേക്ക് മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് ഗുഗേഷ് ഒരു ചെക്കോട് കൂടി തന്നെ നൈറ്റിനെ ഗെയിമിലേക്ക് കൊണ്ടുവരികയാണ്. നൈറ്റിനെ H5ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഈ ചെക്ക് വളരെ സ്ട്രോങ് ആണ്. ഇവിടെ ഇപ്പോൾ വൈറ്റിൻ്റെ കിങ്ങിന് 3 ഓപ്ഷനുണ്ട്. ഒന്നുകിൽ H4ലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ G4ലേക്ക് മൂവ് ചെയ്യാം, അതുമല്ലെങ്കിൽ F3ലേക്ക് മൂവ് ചെയ്യാം. ഇതിൽ ഒരു സ്ക്വയർ മാത്രമേ കുറച്ചെങ്കിലും സേഫ് ആയിട്ടുള്ളൂ. ബാക്കി 2 സ്ക്വയറിലേക്ക് പോയാൽ വളരെ വേഗത്തിൽ ചെക്ക്മേറ്റ് ആകും. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം ഇപ്പോൾ വൈറ്റിൻ്റെ കിങ്ങിന് ഈ 3 സ്കോറുകളിൽ ഏത് സ്കോറിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാവരും കണ്ടുപിടിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഇപ്പോൾ കിങ്ങിന് ഏറ്റവും നല്ല സ്ക്വയർ H4ലേക്ക് മൂവ് ചെയ്യുന്നതാണ്. വിദ്യുത് കിങ്ങിനെ അങ്ങോട്ട് തന്നെയാണ് മൂവ് ചെയ്യുന്നത്. കിങ്ങിനെ H4ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ H4ലേക്ക് അല്ലാതെ കിങ് ഈ 2 സ്കോറിലേക്ക് മൂവ് ചെയ്തിരുന്നെങ്കിലും അടുത്ത 3 മൂവിൽ സെഗ്മേറ്റ് ആകുമായിരുന്നു. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ F3ലേക്കാണ് മൂവ് ചെയ്തിരുന്നതെങ്കിൽ റൂക്ക് F1ലേക്ക് ഒന്ന് ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ G4ലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ റൂക്ക് വെച്ച് ബ്ലോക്ക് ചെയ്യാം. ഇവിടെ ഇപ്പോൾ റൂക്ക് വെച്ച് ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ ക്യൂവിനെ വെച്ച് റൂക്കിനെ വെട്ടി വീണ്ടും ചെക്ക് വരും. അപ്പോൾ എന്തായാലും G4ലേക്ക് തന്നെ മാറേണ്ടി വരും. ഈ സമയത്ത് നൈറ്റ് വെച്ച് ചെക്ക് വരുമ്പോൾ
ചെക്ക്മേറ്റ് ആവും. ഈ നൈറ്റ് ഉപയോഗിച്ച് ചെക്ക് വന്നാലും ചെക്ക്മേറ്റ് തന്നെയാണ്. അല്ലാതെ ഇവിടെ ഇപ്പോൾ റൂക്ക് ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്യുന്നതിന് പകരം ആദ്യം തന്നെ G4ലേക്ക് മൂവ് ചെയ്താലും നൈറ്റ് ഉപയോഗിച്ച് ചെക്ക് വരും. ഇപ്പോൾ എന്തായാലും ചെക്ക്മേറ്റ് അല്ല. കിങ്ങിന് മൂവ് ചെയ്യാൻ ഒരു സ്ക്വയർ ബാക്കിയുണ്ട്. H4ലേക്ക് മൂവ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ റൂക്ക് ഉള്ളതുകൊണ്ട് കിങ്ങിന് ഉപയോഗിച്ച് ചെക്ക് കൊടുക്കാൻ പറ്റില്ല. എന്നാൽ G5 മൂവ് ചെയ്തുകൊണ്ട് ചെക്ക് കൊടുക്കുമ്പോൾ ചെക്ക്മേറ്റ് ആവും. ഇനി നൈറ്റ് ഉപയോഗിച്ച് ചെക്ക് വരുമ്പോൾ ഉള്ള രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. ഇവിടെ കിങ് G4ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിലും നേരത്തെ കണ്ട അതേ അവസ്ഥയുള്ള തന്നെയാണ്. ആദ്യം നൈറ്റ് ഉപയോഗിച്ച് ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ F3ലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ H4ലേക്ക് മൂവ് ചെയ്യാം. H4ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നേരത്തെ കണ്ട പോലെ പോൺ ഉപയോഗിച്ച് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആണ്. അല്ലാതെ F3ലേക്ക് മൂവ് ചെയ്താലും ആദ്യം റൂക്ക് ഉപയോഗിച്ച് ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. റൂക്ക് ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. ഈ സമയത്ത് കിങ്ങിന് ഉപയോഗിച്ച് റൂക്കിനോട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. നമുക്ക് ഗെയിമിലേക്ക് വരാം. ഇങ്ങനെ വളരെ വേഗത്തിൽ ചെക്ക്മേറ്റ് ആകും എന്നുള്ളതുകൊണ്ടാണ് നൈറ്റ് ഉപയോഗിച്ച് ചെക്ക് വന്നപ്പോൾ ഈ രണ്ട് സ്കോറിലേക്കും പോകാതെ വൈറ്റ് കിങ്ങിനെ H4ലേക്ക് മൂവ് ചെയ്തത്. ഇപ്പോൾ ബ്ലാക്കിൻ്റെ നൈറ്റിനെതിരെ അറ്റാക്കുണ്ട്. ബ്ലാക്ക് ആ നൈറ്റിന് ഒരു സപ്പോർട്ട് ഡ്രോ കൊടുക്കുന്നതിനായിട്ട് അടുത്ത നൈറ്റിനെ കൂടെ കൊണ്ടുവരികയാണ്. നൈറ്റിനെ F6ലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ നൈറ്റ് F6ലേക്ക് വന്നതോടെ വൈറ്റിൻ്റെ കിങ്ങിന് പോകാനുള്ള ഏകദേശം എല്ലാ സ്ക്വയറുകളും ബ്ലാക്കിൻ്റെ കൺട്രോളിലാണ്. ഇനി അടുത്ത മൂവിൽ G5 മൂവ് ചെയ്തുകൊണ്ട് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. ഇപ്പോൾ ആ ചെക്ക്മേറ്റ് ഒഴിവാക്കുന്നതിനായിട്ട് വൈറ്റിന് അധികം ഓപ്ഷനൊന്നുമില്ല. അതുകൊണ്ട് വൈറ്റ് ഒരു നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യാണ്. നൈറ്റ് ഉപയോഗിച്ച് H6ലെ പോയിന്റ് എടുത്തുകൊണ്ട് നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇപ്പോൾ എന്തായാലും G5 മൂവ് ചെയ്തുകൊണ്ട് ചെക്ക് വന്നാൽ ചെക്ക്മേറ്റ് അല്ല. കാരണം ആ പോണിന് വേറെ സപ്പോർട്ടൊന്നുമില്ല. കിങ് ഉപയോഗിച്ച് ആ പോണിനെ വിട്ടു മാറ്റാൻ കഴിയും. അതുകൊണ്ട് ഗുഗേഷ് ഇപ്പോൾ G5 മൂവ് ചെയ്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നില്ല. എന്നാൽ ആ നൈറ്റ് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നുമില്ല. പകരം വീണ്ടും ഒരു സ്ട്രോങ് മൂവ് ചെയ്യാണ്. ക്വീനെ H2ലേക്ക് കൊണ്ടുവരുന്നു. ഇനി അടുത്ത മൂവിൽ ക്വീനെ G3ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുത്ത് ചെക്ക്മേറ്റ് ചെയ്യുകയാണ് ലക്ഷ്യം. അതുകൊണ്ട് വൈറ്റ് ആ ചെക്ക് തടയാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് നൈറ്റിനെ F5ലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് G3 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. ഗുഗേഷ് വളരെ വേഗം ആ നൈറ്റിനെ അവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് റൂക്കിനെ F1ലേക്ക് കൊണ്ടുവന്ന് ആ നൈറ്റിനെതിരെ ഒരു അറ്റാക്ക് കൊണ്ടുവരുന്നു. എന്നാൽ വിദ്യുത്ത് ഇവിടെ വളരെ മികച്ച രീതിയിൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് G4 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ നൈറ്റിനെതിരെയും ക്വീനെതിരെയും ഒരുമിച്ച് അറ്റാക്ക് കൊടുക്കുന്നു. ഇപ്പോഴും വൈറ്റിൻ്റെ നൈറ്റിന് G3ലേക്ക് കൺട്രോൾ ഉള്ളതുകൊണ്ട് ക്വീന് പോയി ചെക്ക് കൊടുക്കാൻ പറ്റില്ല. ഒരേ സമയം നൈറ്റും ക്വീനും അറ്റാക്കിലായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബ്ലാക്കിനിവിടെ ഒരു ഡിഫെൻസിലേക്ക് പോകേണ്ടി വരും എന്നാണ് വൈറ്റ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അതിനേക്കാൾ മികച്ചൊരു മൂവാണ് ബ്ലാക്കിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം ബ്ലാക്കിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാവരും കണ്ടുപിടിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു. ബ്ലാക്ക് ഇവിടെ ക്വീനെയോ നൈറ്റിനെയോ അറ്റാക്കിൽ നിന്നും രക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല. പകരം റൂക്ക് ഉപയോഗിച്ച് നൈറ്റിനോട്ട് എടുത്തുകൊണ്ട് ആ റൂക്കിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇതൊരു എക്സ്ചേഞ്ച് സാക്രിഫൈസ് ആണ്. ഈ പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരേ സമയം ബ്ലാക്കിൻ്റെ 3 പീസുകൾ അറ്റാക്കിലായിരിക്കുകയാണ്. വൈറ്റ് ഇതിൽ ഏത് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്താലും വളരെ വേഗത്തിൽ ചെക്ക്മേറ്റ് ആകും. അത് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ റൂക്ക് ഉപയോഗിച്ച് ഈ ക്വീനോട്ട് എടുക്കുകയാണെങ്കിൽ നേരത്തെ കണ്ട പോലെ G5 മൂവ് ചെയ്തുകൊണ്ട് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആകും. അല്ലാതെ ഈ നൈറ്റ് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ റൂക്ക് വെച്ച് ആ പോയിന്റ് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആണ്. റൂക്കിന് നൈറ്റിൻ്റെ സപ്പോർട്ടുണ്ട്. ഈ സ്ക്വയറിലേക്കും നൈറ്റിന് സപ്പോർട്ടുണ്ട്. ഇവിടേക്ക് ക്വീനുണ്ട്. അതോടെ ചെക്ക്മേറ്റ് ആവും. ഇനിയുള്ള ഓപ്ഷൻ ഈ റൂക്ക് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്. അത് രണ്ട് രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാം. ഒന്നുകിൽ G പോൺ ഉപയോഗിച്ച് വിട്ടെടുക്കാം, അല്ലെങ്കിൽ ഈ പോൺ ഉപയോഗിച്ച് വിട്ടെടുക്കാം. ഇവിടെ ഇപ്പോൾ G പോൺ ഉപയോഗിച്ചാണ് വിട്ടെടുക്കുന്നതെങ്കിൽ G5 ഓപ്പൺ ആവും. അതുകൊണ്ട് തന്നെ ക്വീൻ ഉപയോഗിച്ച് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആണ്. ഇനിയിപ്പോൾ ഈ 3 സാക്രിഫൈസും അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും ക്വീൻ G3ലേക്ക് ഒന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. കാരണം G5 സ്ക്വയറിലേക്ക് റൂക്കിന് കൺട്രോൾ ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കിങ്ങിന് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ കഴിയില്ല. എങ്ങനെ നോക്കിയാലും ചെക്ക്മേറ്റ് സംഭവിക്കും എന്നുള്ളതുകൊണ്ട് വൈറ്റ് ഇവിടെ ഈ റൂക്ക് സാക്രിഫൈസ് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. E4ലെ പോൺ ഉപയോഗിച്ച് റൂക്കിനെ വെട്ടിയെടുക്കുന്നു. ഇതോടെ അടുത്ത 3 മൂവിൽ ബ്ലാക്ക് വൈറ്റിനെ ചെക്ക്മേറ്റ് ചെയ്യായിരുന്നു. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ആ 3 മൂവുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ആദ്യത്തെ മൂവ് തന്നെയാണ്. ക്വീൻ G3ലേക്ക് വന്ന് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ വേറെ ഓപ്ഷനൊന്നുമില്ല. കിങ്ങിന് G5ലേക്ക് മൂവ് ചെയ്യേണ്ടി വരുന്നു. ഇവിടെ ഗുഗേഷ് വീണ്ടും മികച്ചൊരു മൂവാണ് ചെയ്യുന്നത്. നൈറ്റിനെ H7ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ചെക്ക് കൊടുത്തുകൊണ്ട് H5 നൈറ്റിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു.
വൈറ്റിനിപ്പോൾ ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്ത് വേറെ വഴിയില്ല. അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത മൂവിൽ തന്നെ ചെക്ക്മേറ്റ് ആകുകയും ചെയ്യും. അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ പൊസിഷനിൽ വിദ്യുത് തോൽവി സമ്മതിക്കുകയായിരുന്നു. കാരണം ഇവിടെ വൈറ്റിന് വേറെ ഓപ്ഷനൊന്നുമില്ല, ഈ നൈറ്റ് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് ക്വീൻ ഉപയോഗിച്ച് H3 പോണിട്ട് ചെക്ക് വരുന്നതോടെ ചെക്ക്മേറ്റ് ആവും. ഈ സ്കോറിലേക്ക് നൈറ്റിന് കൺട്രോൾ ഉണ്ട്, ഇവിടെ പോണിന് കൺട്രോൾ ഉണ്ട്, അതോടെ ചെക്ക്മേറ്റ് ആവും. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പൊസിഷനിൽ നൈറ്റ് പോയി ചെക്ക് വന്നപ്പോൾ തന്നെ വൈറ്റ് തോൽവി സമ്മതിച്ചത്. വളരെ നല്ലൊരു ഗെയിമായിരുന്നു. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.